നവീകരിക്കാൻ കഴിയും, അപ്പൊ നവീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് ബിനിൽ? ആ വാർത്താക്കുറിപ്പിലെ ആ വരികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സംഘടനയിൽ ഒരു നവീകരണം വേണം എന്നത് ഇപ്പോൾ മോഹൻലാലിനും ഇപ്പോൾ രാജിവെച്ച അമ്മയിലെ ഭാരവാഹികൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് അവരെ എത്തിച്ചത് സമീപ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ തന്നെയാണ്. അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് ഉന്നയിച്ച വിഷയം, അതിനുശേഷം അതേപോലെ തന്നെ മറ്റൊരു വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല അമ്മ സംഘടനയിൽ ഉള്ള പാളിച്ചകൾ തുറന്നു പറഞ്ഞു വന്ന ആ ദിവസം, അതിനെല്ലാം ശേഷം ഇന്നലെ പൃഥ്വിരാജ് എടുത്ത ശക്തമായ നിലപാട്, ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് അമ്മ നേതൃത്വം ചെന്നെത്തപ്പെടുകയും മോഹൻലാലിനും അതോടൊപ്പം തന്നെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഈ നേരത്തെ പറഞ്ഞതുപോലെ നവീകരിക്കുക മാത്രമല്ല, അതായത് കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതുകൂടി തെറ്റുപറ്റി തിരുത്തണം എന്നുള്ളതിന്റെ അത് അവർ സമ്മതിക്കുന്നതിന് തുല്യമല്ലേ അത്? തീർച്ചയായും. അതായത് ആ സംഘടനയുടെ നിലവിലുള്ള നേതൃത്വത്തിന് പിശകുകൾ പറ്റി, ആ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയതിൽ ചില തിരുത്തലുകൾ അനിവാര്യമാണ് എന്ന ബോധ്യം അവർക്കുണ്ടായി എന്നത് തന്നെയാണ് അവർ ഈ വാർത്താക്കുറിപ്പിലൂടെ തുറന്ന് സമ്മതിക്കുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ നേതൃത്വത്തിൽ വിമത സ്വരമായി വന്നവർ തന്നെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അമ്മയ്ക്ക് തെറ്റ് സംഭവിച്ചു, അമ്മ സംഘടനയിൽ ഇങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്, പരാതികൾ വന്നാൽ ആ പരാതികൾ കൃത്യസമയത്ത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. അതോടൊപ്പം തന്നെ താരങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകരുത്, കൃത്യമായും പരാതികൾ വന്നാൽ അത് പരിഹരിക്കാൻ കഴിയാതെ പോവുകയും മൂടിവെക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ തെറ്റ് സംഭവിച്ചുവെന്ന് തുറന്നു പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും ഭാഗത്ത് നിന്ന് വന്നത്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ അക്കാര്യത്തിൽ പോലെയുള്ള മുതിർന്ന താരം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ടായിരുന്നു. പക്ഷെ മറുപടി പറയാൻ കെൽപ്പുള്ള, അതായത് ആരോപണ മുനയിൽ നിൽക്കാതെ മറുപടി പറയാൻ കെൽപ്പുള്ള എത്ര പേർ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന ചോദ്യമുണ്ട്. ഉർവശി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനടക്കം അംഗമായ അമ്മയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയണ്ടേ, അതിന് മറുപടി വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയരാകാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ആര്യ, സമീപകാലത്ത് അമ്മ നേരിട്ട വലിയ പ്രതിസന്ധി എന്നത് 506 അംഗങ്ങളാണ് ഈ സംഘടനയ്ക്കുള്ളിലുള്ളത്. അതിൽ വലിയ താരങ്ങൾ എന്ന് പറയുന്നത് ഒരു 50ഓളം പേർ മാത്രമേ ഒരു വലിയ താരമൂല്യമുള്ളവരുള്ളൂ. ബാക്കി എല്ലാവരും സാധാരണ സിനിമാ താരങ്ങളൊക്കെ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രതിസന്ധികളിലെല്ലാം തന്നെ അവർ ഈ സംഘടനാ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് വനിതാ അംഗങ്ങളുടെ ഒക്കെ തന്നെ ഭാഗത്ത് നിന്ന് ശക്തമായ ചില പ്രതികരണങ്ങൾ ഉണ്ടായി. ശ്വേതാമേനോന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്ന പ്രതികരണം നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. കാരണം ബാബുരാജ് ആ സ്ഥാനത്തേക്ക് വരുന്നതിനെ അവർ കൃത്യമായും എതിർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചു. പകരം ചുമതലയേൽക്കേണ്ട ബാബുരാജിന് ആ ചുമതല ഏൽക്കാൻ കഴിയാത്തൊരവസ്ഥ. പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താനായി ജനറൽ ബോഡി വിളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ സംഘടന എത്തിച്ചേരുന്നു. ജനറൽ ബോഡി വിളിക്കാതെ മുന്നോട്ട് പോകരുതെന്ന് പല ഈ സംഘടനയിലെ അംഗങ്ങളും നേതൃത്വത്തെ അറിയിക്കുന്നു. നടൻ അനൂപ് ചന്ദ്രനാണെങ്കിൽ സിദ്ദിഖിന്റെ രാജിക്ക് മുൻപേ തന്നെ സിദ്ദിഖിനെ രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മോഹൻലാലിന് കത്തെഴുതുന്നു. മോഹൻലാലിന്റെ ഇതുവരെയുള്ള മൗനം ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇതൊക്കെ തന്നെ മുന്നിൽ വന്നപ്പോഴാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾക്കെല്ലാം തന്നെ, അതായത് മോഹൻലാൽ അടക്കം ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവിലുള്ള ശേഷിക്കുന്ന എല്ലാവരും ഒരുമിച്ച് രാജിവെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. കാരണം അവർക്ക് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് അവർ എത്തപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രമാത്രം വിമർശനം സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വന്നു. ഇന്നൊരു യോഗം ചേരാൻ തീരുമാനിച്ചു. കാരണം സ്വാഭാവികമായും യോഗം ചേർന്ന് ആളുകൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല. പക്ഷെ ആ യോഗം പോലും ചേരാൻ കഴിയുന്നില്ല. കാരണം ആ സംഘടനയ്ക്കകത്തുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? ആ മറുപടി പറയാൻ ആരുണ്ട്?
ആര്യ, എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മയ്ക്ക് കഴിയാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഓൺലൈനായി യോഗം ചേരുമെന്ന് പറഞ്ഞു, പിന്നീട് അത് ഈ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം ഉൾപ്പെടുത്തി തന്നെ ചേരുമെന്ന് പറഞ്ഞു. അതിന് ചൊവ്വാഴ്ച, അതായത് ഇന്ന് സമയം തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനിച്ച സമയത്ത് ഒരു യോഗം പോലും ചേരാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സംഘടന എത്തപ്പെട്ടു. അത്രമാത്രം വലിയ ഭിന്നത ഈ വിഷയത്തിൽ ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായി. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ ആദ്യഘട്ടത്തിൽ അമ്മയ്ക്ക് കഴിഞ്ഞില്ല, ഇരകൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. അത് പൊതുസമൂഹം ചോദ്യം ചെയ്തു. ആ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായി. സ്ഥിരമായി ഈ സംഘടനയുടെ ഭാരവാഹികളായിരിക്കുന്നവർ ചോദ്യം ചെയ്യപ്പെട്ടു. അവർ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി പറയുന്ന ആ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി ഈ ഭാരവാഹികൾ മാറുന്നുവെന്ന വിമർശനം ഈ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ അതിശക്തമായി ഉയർന്നു വന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ സംഘടനയെ നയിക്കുന്ന മോഹൻലാൽ അടക്കമുള്ളവർക്ക് ഇനി രക്ഷയില്ല എന്ന അവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സംഘടനയുടെ ഭാരവാഹിത്വം രാജിവെച്ചിപ്പോൾ പുതിയൊരു നവീകരണത്തിന്റെ പാതയിലേക്ക് അമ്മയെ നയിക്കാൻ, പുതിയൊരു നേതൃത്വത്തെ കണ്ടെത്താൻ രാജിയിലേക്ക് പോയത്. എന്തായാലും ഇനി വരാനിരിക്കുന്ന നേതൃത്വം എന്തായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്, ആരായിരിക്കും ഇനി അമ്മയെ നയിക്കാൻ പോകുന്നത്, അഡ്ഹോക് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും, അതൊക്കെ തന്നെയാണ് ഇനി അറിയാനുള്ളത്. കാരണം സമീപ ദിവസങ്ങളിൽ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ സംഘടനയ്ക്കകത്ത് തന്നെ ഇപ്പോൾ ജഗദീഷിനെ പോലെയുള്ള തിരുത്തൽ ശബ്ദം, പൃഥ്വിരാജിനെ പോലെയുള്ള തിരുത്തൽ ശബ്ദം, നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ ശ്വേതാ മേനോൻ, ഉർവശി പോലെയുള്ള ആളുകളുടെ ചോദ്യങ്ങളുണ്ട്. ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. അപ്പോൾ ഇനി എന്തൊഴിവ് കഴിവ് പറയാനാണ്? അറിഞ്ഞില്ല, കേട്ടില്ല, അറിയില്ലായിരുന്നു, കാസ്റ്റിംഗ് കൗച്ചൊക്കെ അറിയില്ല എന്ന സ്ഥിതിക്ക് എത്ര മനോഹരമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറഞ്ഞത്. ആര്യ, അവിടെ തന്നെയാണ് ഈ സംഘടനയുടെ എല്ലാ പിശകുകളും ആരംഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെ നടൻ, പ്രധാനപ്പെട്ട നടൻ, അതായത് ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജയൻ ചേർത്തല പറഞ്ഞ ഒരു വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വിഷയത്തിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യാനല്ല വരേണ്ടത്, നമ്മൾക്ക് ബോധ്യപ്പെടുന്ന സത്യമാണ് നമ്മൾ പറയേണ്ടത്. അതായത് സിദ്ദിഖിനൊപ്പം ഇരുന്ന് ആ വാർത്താ സമ്മേളനത്തിൽ ഇരുന്നയാൾ പിന്നീട് പുറത്തു വന്ന് പറയുകയാണ്. അതായത് ഇത് ഡിഫെൻഡ് ചെയ്യുകയല്ല ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്, നമുക്ക് ബോധ്യപ്പെടുന്ന സത്യമാണ് നമ്മൾ പൊതുസമൂഹത്തോട് പറയേണ്ടിയിരുന്നത്. ആ ഒരു ബാധ്യത നമ്മൾ നിർവഹിച്ചില്ല എന്നതാണ്. അതായത് സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പം ഇരുന്നയാൾക്ക് പോലും സിദ്ദിഖ് പറഞ്ഞതിന്റെ യുക്തി മനസ്സിലായില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഈ സംഘടനയിൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ഭിന്നതകളിലേക്ക് അമ്മ പോവുകയും പരസ്യ പ്രതികരണങ്ങളിലേക്ക് പ്രധാനപ്പെട്ട താരങ്ങളടക്കം വരികയും ചെയ്തത്. വലിയ ഒരു ഗ്രൂപ്പ് നിലവിലുള്ള അമ്മ ഭാരവാഹിത്വത്തിന്റെ മൗനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ അവർ ശക്തമായ ഒരു പ്രതിരോധ ശക്തിയായി മാറും എന്ന ഉറച്ച ബോധ്യം വന്ന ഘട്ടത്തിലാണ് ഈ ഭാരവാഹികൾ രാജിവെക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച് 2 മാസത്തിനകം പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമെന്നാണ് അമ്മ പറയുന്നത്. അവിടെ അമ്മയ്ക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ സംഘടന ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, വലിയ താരങ്ങൾക്ക് വേണ്ടി ഈ സംഘടന എടുത്തിട്ടുള്ള നിലപാട്, അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഇനി ഈ സംഘടന ഒരു നവീകരണത്തിന്റെ പാതയിൽ പോകുമ്പോൾ ഏത് രീതിയിലാണ് ആ സംഘടന നവീകരിച്ചു വരാൻ പോകുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിലേക്ക് എങ്ങനെ എത്തും, അതിനുവേണ്ടി ആര് ഈ സംഘടനയെ നയിക്കും, അതൊക്കെയാണ് ഇനി പ്രധാനപ്പെട്ട വെല്ലുവിളിയായി വരാൻ പോകുന്നത്. നേരത്തെ നടിയെ ആക്രമിച്ച കേസ് വലിയ വിവാദമായി വന്നപ്പോൾ പോലും അമ്മയ്ക്ക് പല ഘട്ടങ്ങളിലും